ബില്ലാഹി സുബ്ഹാന. ഇത് കഴിഞ്ഞ പ്രാവശ്യം വായിച്ചപ്പോ ഇവർക്ക് ഒന്നും പറയാനില്ല, ആകെ കുടുങ്ങി. അപ്പൊ കുടുങ്ങിയപ്പോ പിന്നെന്താ ചെയ്യേണ്ടത്? ഈ കിതാബിനെ തന്നെ നിഷേധിക്കുക എന്ന് അയാൾ പറയുന്നതെന്ന് കേട്ടുള്ളൂ. ഇതൊക്കെ സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു കിതാബ് കൊണ്ടുവരുന്നുണ്ട്. ആ കിതാബ് പറയട്ടെ. ഇതിൽ കാണാം അല്ലാഹുവിനെ പേടിച്ച് ഭ്രാന്തായ മഹാന്മാർ. ഒരു അധ്യായം തന്നെ കാണാം ഇതിന്റെ 30-ാമത്തെ പേജിൽ. അല്ലാഹുവിനെ പേടിച്ച് ഭ്രാന്ത് പിടിച്ച മഹാന്മാർ ഔലിയാക്കളാണവർ. പക്ഷെ അല്ലാഹുവിനെ ഭയപ്പെട്ട് അവരുടെ മാനസിക സ്ഥിതി അവർക്ക് ഭ്രാന്ത് ബാധിക്കുന്നു. കേട്ടല്ലോ, ഉഖലാഉൽ മജാനീൻ എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഇതാണ് ആ പുസ്തകത്തിന്റെ ചട്ട, ഉഖലാഉൽ മജാനീൻ. ഇയാളെ ചട്ടേ ഉള്ളൂ, നമ്മളടുത്ത് കിതാബ് തന്നെ ഉണ്ട്. ഇയാൾ എവിടുന്നോ അതിന്റെ ഫോട്ടോ കോപ്പി എടുത്ത് കൊടുക്കുന്നതാണ്. ഞങ്ങളുടെ കയ്യിൽ കിതാബ് തന്നെ ഉണ്ട്. എന്തിനാണെന്ന് അറിയോ? ഭ്രാന്തന്മാരിലെ ബുദ്ധിയുള്ളവർ ഒക്കെ ഭ്രാന്തന്മാരാണ്. എന്നാ അതിന് ബുദ്ധിയുള്ളവരുണ്ട്. സഹോദരങ്ങളെ, എന്തിനാണ് അങ്ങനത്തെ ഒരു വിഷയം സമൂഹത്തിന്? അത് നിങ്ങൾക്ക് തിരിയൂല, അതിനെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അതിനെ പഠിക്കണ്ടേ? എന്തിനാണ് അങ്ങനത്തെ വിഷയം എന്ന് ചോദിച്ചാല്, ഭ്രാന്തന്മാരുടെ കൂട്ടത്തിൽ ബുദ്ധിയുള്ളവരുണ്ടെങ്കിൽ അവരാ വഴിക്ക് പോയിക്കോട്ടെ. അവരാ വഴിക്ക് പോകുന്നു. നിങ്ങൾ എന്തിനാ പിന്നെ അവരെ പിന്നാലെ കൂടിയത്? അതാ ഞങ്ങൾ ചോദിക്കാനുള്ളത്. നിങ്ങൾ എന്തിനാ പിന്നെ അവരെ പിന്നാലെ കൂടിയത്? അവരെ കളിയാക്കാനും പരിഹസിക്കാനും അവരവരെ വഴിക്ക് പോയിക്കോട്ടെ. ഞങ്ങളും പറയുന്നത് തന്നെയല്ലേ. അവരോടും നമുക്കുള്ള സമീപനം തന്നെയാണ്, ഭ്രാന്തന്മാരുള്ള സമീപനം തന്നെയാണ്. അതന്നെയല്ലേ നേരത്തെ പറഞ്ഞത്. CM വല്ലുള്ളാഹി സ്വർണം ധരിച്ചാൽ അത് ഭ്രാന്ത് ബാധിച്ച സമയമാണ്, അതിനെ ചോദ്യം ചെയ്യേണ്ടതില്ല. ഭക്ഷണം കഴിച്ചുകൊണ്ട് അവിടെ പൈസ കൊടുത്തില്ലെങ്കിൽ അദ്ദേഹത്തിന് മാനസിക സ്ഥിതി തെറ്റിയ സമയത്താണ്, അതിനെ ചോദ്യം ചെയ്യേണ്ടതില്ല. പിന്നെന്തിനാണ് കളിയാക്കുന്നത്? ഈ പുസ്തകം ആർക്ക് വേണം? ഞങ്ങൾക്ക് വേണം, ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് വേണമെങ്കിലും. അഹ്ലുസുന്ന വൽ ജമാഅയുടെ പണ്ഡിതന്മാരിൽ ആരെങ്കിലും പരിഗണിച്ച പുസ്തകമാണോ? അതെ. അതിന് വന്നിട്ട് ദാറുൽ മുസ്തഫയിൽ വന്നിട്ട് കുത്തിരിക്ക്, ഞാൻ പഠിപ്പിച്ചുതരാ, കിതാബ് കാണിച്ചുതരാ ഏതെല്ലാം കിതാബിലുണ്ട്. അതിന് വന്നിട്ട് കവലയിൽ വന്നിട്ട് എന്തെങ്കിലും വിളിച്ചു പറയലല്ല. അറിയപ്പെട്ട ഇമാമുമാരിൽ ഒരാളെ കാണിക്കാൻ കഴിയുമോ ഈ പുസ്തകത്തിന് അംഗീകാരം കൊടുത്ത? ഒന്നല്ല, ഒന്നിലധികം ആളുകളെ കാണിച്ചുതരാ, ഒന്നിലധികം ആളുകളെ കാണിച്ചുതരാ. തീർന്നു. ഈ കിതാബിന്റെ മുസന്നിഫാരാ എന്നല്ല ചോദ്യം. ഒന്ന് ഹിജ്റ 406 ഏകദേശം 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഇമാം അബുൽ ഖാസിം അൽ ഹസൻ ഇബ്നു മുഹമ്മദ് ഇബ്നു ഹബീബ് നൈസാബൂരി റളിയല്ലാഹു അൻഹു 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഒരു ഇമാമ. അദ്ദേഹത്തിന്റെ കിതാബാണ്. എന്നിട്ടോ അദ്ദേഹത്തിനെ പറ്റി ആര് പറഞ്ഞു എന്നല്ലേ കേട്ടോ? ഇമാം സുയൂത്തിയുടെ തബഖാത്തുൽ മുഫസ്സിരീൻ നോക്കിക്കോ മൗലവി, 1-ാം വോള്യം 35-ാമത്തെ പേജ്. അതിൽ കാണാം മഹാനവറുകളെ പറ്റി പറയുന്നു. അൽ ഹസൻ ഇബ്നു മുഹമ്മദ് ഇബ്നു ഹബീബ് ഇബ്നു അയ്യൂബ് അബുൽ ഖാസിം അൻ-നൈസാബൂരി അൽ വാഇലുൽ മുഫസ്സിർ. അദ്ദേഹം വാഇലാണ്, മുഫസ്സിറാണ്, പരിശുദ്ധമായ ഖുർആനിന് വ്യാഖ്യാനം എഴുതിയ മഹാനാണ്. അബ്ദുൽ ഗാഫിർ ഇമാമു അസ്രിഹി, ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരുടെ ഇമാമാണ്. ഫീ മആനിൽ ഖുർആനി വഉലൂമിഹി, പരിശുദ്ധമായ ഖുർആനിന്റെ അർത്ഥങ്ങളിലും അതുമായി ബന്ധപ്പെട്ട വിജ്ഞാന ശാഖകളിലെ ഏറ്റവും വലിയൊരു ഇമാമാണ്. മുസന്നിഫു തഫ്സീർ അൽ മശ്ഹൂർ, അദ്ദേഹം പ്രസിദ്ധമായ തഫ്സീറിന്റെ മുസന്നിഫാണ്. വകാന അദീബൻ, അദ്ദേഹം നല്ല അദബ് അറബി സാഹിത്യം അറിയുന്ന ആളാണ്. നഹവിയൻ, ഗ്രാമർ അറിയുന്ന ആളാണ്. ആരിഫൻ ബിൽ മഗാസി വൽ ഖിസസി, ചരിത്രങ്ങളും യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട നല്ല വിവരമുള്ള ആളാണ്. വസിയരി, അതുപോലെ നബിയുടെ ചരിത്രങ്ങളും. ഇൻതശറ അൻഹു ബി നൈസാബൂർ, അദ്ദേഹം കൊണ്ട് നൈസാബൂരിൽ പരന്നിട്ടുണ്ട്. അൽ ഇൽമുൽ കസീറു, ധാരാളം ഇൽമു പരന്നിട്ടുണ്ട്. വസാറത്ത് തസാനീഫുൽ ഹിസാനു ഫിൽ ആഫാഖ്,
കേട്ടോ മൗലവി, ഇമാം സുയൂത്തിയ പറയുന്നത് വസാരത്ത് തസാനീഫുഹു, ഇമാം നൈസാബിയുടെ ഗ്രന്ഥങ്ങൾ, കിതാബുകൾ അതും സഞ്ചരിച്ചിട്ടുണ്ട്. എങ്ങനത്തെ ഗ്രന്ഥം? അൽ ഹിസാൻ, വളരെ ഉത്തമമായ ഗ്രന്ഥങ്ങള്. ഈ ഖലാഉൽ മജാനിനെ പോലെയുള്ള ഉത്തമ ഗ്രന്ഥങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട്. ഫിൽ ആഫാഖ്, ലോകമൊട്ടാകെ വ്യാപിച്ചിട്ടുണ്ട്. വകാന ഉസ്താദൽ ജമാഅ, അദ്ദേഹം ഒരു കൂട്ടം പണ്ഡിതന്മാരുടെ ഉസ്താദാണ്. ഹദ്ദസ അനിൽ അസമ്മി വ അബീ സക്കരിയ, ഇമാം അസമ്മിനെ തൊട്ടും അബൂ സക്കരിൽ അംബരിനെ തൊട്ടും ഹദീസ് പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തിന്റെ മഹത്വങ്ങൾ പറയുന്നു. സുബ്ഹാനല്ലാഹു ഹുവ അശ്ഹറു മുഫസ്സിരി ഖുറാസാൻ, ഖുറാസാനിലെ മുഫസ്സിരീങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രസിദ്ധനായ ഇമാമാണ്. വഅഖഫാഹും, അദ്ദേഹം അവരുടെ കൂട്ടത്തിൽ ഏറ്റവും തുടരപ്പെടുന്ന ആളാണ്. സുബ്ഹാനല്ലാഹ്. ഇതാണ് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നത്. ഇനി കേട്ടോ, നിങ്ങളെ നേതാവ് ദഹബി, ആ ദഹബിയുടെ താരീഖുൽ ഇസ്ലാം 28-ാം വോള്യം 147-141 പേജില് ഇമാം നൈസാബൂരിനെ പരിചയപ്പെടുത്തുന്നു. അൽ വാഇലുൽ മുഫസ്സിർ സന്നഫ ഫിൽ ഖിറാഅത്തി വത്തഫ്സീരി വൽ ആദാബി വഖലാഇൽ മജാനീൻ. കേട്ടോ, ദഹബി പോലെ അംഗീകാരം കൊടുക്കുന്നു. വഖലാഉൽ മജാനീൻ എന്ന ഗ്രന്ഥം അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കേട്ടോ, ദഹബിയുടെ അംഗീകാരം. അതേപോലെ തന്നെ കേട്ടോ, ഇമാം സർക്കലിയുടെ അൽ അഅ്ലാം, ആ ഗ്രന്ഥത്തിൽ കാണാം അൽ ഹസൻ ഇബ്നു മുഹമ്മദ് ഇബ്നു ഹബീബ് ഇബ്നു അയ്യൂബ് അബുൽ ഖാസിം നൈസാബൂരി അദീബുൻ വാഇലുൻ മുഫസ്സിറുൻ സാഹിബു ഉഖലാഇൽ മജാനീൻ. ഈ ഉഖലാഉൽ മജാനീൻ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ്, മുസന്നിഫാണ്. എന്നിട്ട് അവസാനം പറയുന്നു ഇദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങള് ജനങ്ങൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ടുണ്ട്, അവർ സ്വീകരിച്ചിട്ടുണ്ട്. കേട്ടോ, അൽ അഅ്ലാം 2-ാം വോള്യം 213, ദഹബിയുടെ സിയർ അഅ്ലാം എന്നുപല 17-ാം വോള്യം 238. ഇവരൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. അതിന് പുറമെ ആരൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്? കേട്ടോ, ഏതെങ്കിലും ഒരു ഇമാമിന്റെ പേര് പറയാമെന്നല്ലേ ചോദിച്ചത്. ഈ കിതാബിന് സ്വീകരിച്ച ഏതെങ്കിലും ഒരു ഇമാമിന്റെ പേര് പറയാമോ? കേട്ടോ, 3 ആളുകളെ പറഞ്ഞു. ഇനി കേട്ടോ, ഇമാം ഇബ്നു അസാകിർ റളിയല്ലാഹു അൻഹു, ഇബ്നു അസാകിർ റളിയല്ലാഹു അൻഹു താരീഖ് ദമസ്കിൽ ഈ ഉഖലാഉൽ മജാനിലുള്ള ചരിത്രം ഇമാം ഇബ്നു അസാകിർ താരീഖ് ദമസ്കിലെ 20-ാം വോള്യം 91-ാമത്തെ പേജിൽ പറയുന്നു. അതുപോലെ തന്നെ തൗദീഹുൽ മുസ്തബ ഫീ ളബ്തി അസ്മാഇ റുവാത്തി വഅൻസാബിഹിം വഅൽഖാബിഹിം വകുനാഹും എന്ന ഗ്രന്ഥത്തില് അതിന്റെ 2-ാം വോള്യം 119-ാമത്തെ പേജില് ഈ ഗ്രന്ഥത്തിലെ ഉദ്ധരണികൾ കൊടുത്തുകൊണ്ട് ഈ കിതാബിന് സ്വീകാര്യ നൽകുന്നു. ആര്? ഇമാം ഇബ്നു നാസിറുദ്ദീൻ ദമസ്കി റളിയല്ലാഹു അൻഹു. ഇനി കേട്ടോ 6-ാമത്തെ ആള് ബഹുമാനപ്പെട്ട ഇമാം സഫദി, 764-ൽ വഫാത്തായ ഇമാം സഫദി റളിയല്ലാഹു അൻഹു. അതാ ആസിയത്തുൽ ബഗ്ദാദിയ എന്ന ഒരു വലിയ